നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും പാർട്ടികൾ കൂടുതൽ പുകയുന്നു. പല പാർട്ടികളുടെയും അകം വെന്തു തുടങ്ങിയിരിക്കുന്നു. CPM-ൽ അവിടെ പടക്കം പൊട്ടി തുടങ്ങിയിരിക്കുന്നു. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണന്റെ രൂപത്തിലും കൊഴിഞ്ഞാമ്പാറയിൽ PK ശശിയുടെ രൂപത്തിലും അത് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ G സുധാകരന്റെ രൂപത്തിൽ അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. PK ശ്യാമളയുടെയും KK ശൈലജയുടെയും രൂപത്തിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇനിയും പലയിടത്തും പടക്കങ്ങൾ പൊട്ടിയേക്കാം. ഇവയിൽ നനഞ്ഞ പടക്കങ്ങളും നല്ല പടക്കങ്ങളും ഉണ്ടാകും. ഇതൊക്കെ CPM-നെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വരും കാലങ്ങളിലെ തിരിച്ചറിയാനാവും. CPM-ലെ പൊട്ടിത്തെറികൾ കണ്ട് ചില കോൺഗ്രസ്സുകാരെങ്കിലും ചിരിക്കുന്നുണ്ടാകും. എന്നാൽ അവരുടെ ചിരികൾക്ക് എത്ര നാൾ ആയുസ് ഉണ്ടാകുമെന്നറിയില്ല. കാരണം കോൺഗ്രസിന്റെ ഉള്ളിലും പുകച്ചിലുകൾ തുടങ്ങി. മുൻകാലങ്ങളിൽ ഉണ്ടാകാറുള്ള അത്രയും പുകച്ചിലുകൾ ഇപ്പോൾ കാണുന്നില്ല. അത് പാർട്ടിയുടെ കെട്ടുറപ്പ് കൊണ്ടാണെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. മറിച്ച് 10 വർഷത്തെ അധികാരഭ്രംശതയുടെ നോവുകളും നൊമ്പരങ്ങളും ആകും പലരെയും ഇതിൽ നിന്നും അകറ്റി നിർത്തുന്നത്. പിണറായി ഭരണത്തോട് ഏറെ ജനരോഷമുണ്ടെന്നാണ് കണ്ടുവരുന്നത്. LDF-ന്റെ ചീറ്റിപ്പോയ 3 ജാഥകളും VD സതീശന്റെ പുതുയുഗയാത്രയുടെ വിജയവും ഇതിന് ഉദാഹരണമാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ പ്രകടിപ്പിച്ച രോഷം അടങ്ങിയിട്ടില്ലെന്ന് പുതുയുഗ യാത്രയുടെ വിജയം വെളിവാക്കുന്നു. ഇതിൽ നിന്നുയരുന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്തുന്നത്. അടുത്ത തവണയെങ്കിലും അധികാരത്തിലേറാൻ കഴിയുമെന്ന ചിന്ത കോൺഗ്രസിൻ്റെ സാധാരണ അണികളെ അടക്കി നിർത്തുമ്പോൾ അധികാര കുപ്പായങ്ങൾ തയ്ച്ചു വച്ചിരിക്കുന്നവർ അസ്വസ്ഥരാണ്. പല പാർട്ടികളിൽ നിന്നും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും കോൺഗ്രസിലെ എത്തുന്നവരെ ചൊല്ലിയാണ് ഇക്കൂട്ടർ അസ്വസ്ഥരാകുന്നത്. പുതുതായി എത്തുന്നവർ ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഓരോ മണ്ഡലങ്ങളിലും 1/4 ഡസൻ പേരെങ്കിലും സ്ഥാനാർത്ഥികളാകാൻ കച്ചകെട്ടി തയ്യാറായിരിപ്പുണ്ട്. പുതുതായി കടന്നു വരുന്നവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ ഇങ്ങനെയുള്ളവർ പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ അത് കേരളത്തിൽ പലയിടത്തും നിരനിരയായി പടക്കങ്ങൾ പൊട്ടാൻ ഇടയാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഭയന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് അറിവ്. ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കാതെ CPM കാത്തിരിക്കുന്നതും ഈ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചാണ്. AK ബാലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയറായ ചിലരെയെങ്കിലും കിട്ടുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരിൽ ചിലർക്ക് മുൻകൂട്ടി തന്നെ സീറ്റ് ഓഫറുകളുണ്ട്. കൊട്ടാരക്കരയിലെ ഐഷ പോറ്റി അങ്ങനെ ഒരാളാണ്. ഇതിന്റെ പേരിൽ 2021-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി R നായർ ഇതിനകം BJP-യിൽ എത്തിക്കഴിഞ്ഞു. പ്രേംകുമാർ എത്തിയതോടെ കഴക്കൂട്ടത്ത് ഡോക്ടർ SS ലാലിന്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യചിഹ്നത്തിലാണ്. അദ്ദേഹം ഇതൊരു പ്രശ്നമാക്കുന്നില്ലെങ്കിലും അനുയായികൾ അസ്വസ്ഥരാണ്. CPM-ൽ പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് G സുധാകരനെ കാത്തിരിക്കുമ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുള്ള തൃത്താലയിലെ VT ബലറാമിനെതിരെ അവിടെ കലാപം ആരംഭിച്ചു കഴിഞ്ഞു. VT ബലറാമിൻ്റെ ശൈലിക്കെതിരെ ഇതിനകം അവിടെ പ്രതിഷേധ യോഗം ചേർന്ന് കഴിഞ്ഞു. കുട്ടനാട്ടിൽ സീറ്റ് വിറ്റെന്ന് ആരോപിച്ച് അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന അനിൽ അംബാസ് ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. 15 സീറ്റുകൾ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയപ്പോൾ 15 സീറ്റാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെയെല്ലാം ജനിക്കുന്ന അസംതൃപ്ത പടക്കങ്ങൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പൊട്ടാനിടയുണ്ടെന്ന് എതിരാളികൾ കരുതുന്നു. ഇതിനു പുറമെയാണ് PK ശശിയുടെ വരവ്. CPM-ൽ വെച്ച് ലൈംഗിക തീവ്രത അളക്കപ്പെട്ട ശശിക്ക് ഒറ്റപ്പാലം സീറ്റ് വാഗ്ദാനമുണ്ടെന്നാണ് അറിവ്. ഇതിനെതിരെ പ്രാദേശിക നേതാക്കന്മാർ നേതൃത്വത്തിന് പരാതി നൽകിക്കഴിഞ്ഞു. ശശിക്ക് സീറ്റ് നൽകാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകിക്കൂടെ എന്നാണ് രാഹുൽ ആർമിയുടെ ചോദ്യം. ശശിക്ക് സീറ്റ് നൽകിയാൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൽ അവിടെയായി പൊട്ടിത്തുടങ്ങിയിരിക്കുന്ന പടക്കങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാലപ്പടക്കമാകാൻ ഇടയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് കോൺഗ്രസിൻ്റെ അധികാര സ്വപ്നങ്ങളെ അത് എത്രത്തോളം ബാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ തിരിച്ചറിയാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.